ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ SCERT ബയോളജിയിലുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യാന്ത്രിക ദഹനം, രാസിക ദഹനം എന്ന് പറയുന്ന ആ ഒരു പോർഷൻ വരെയാണ് പഠിച്ചു നിർത്തിയത് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നത് അയവിറക്കലിന് പിന്നിൽ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ആണ്. ആ ബോക്സിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ പുതിയ SCERTയിലുള്ള എക്സ്ട്രാ പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു സീരീസ്, ആ ഒരു സെഷനകത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. പഴയ SCERT ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ SCERTയിലുള്ള എക്സ്ട്രാ ഫാക്റ്റുകളായിരിക്കും നമ്മൾ ഈ സീരീസിൽ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ശരി, നോക്കൂ. ഇപ്പോൾ പശു ഒക്കെ അയവിറക്കാറുണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അപ്പോൾ പശുക്കള് തുടർച്ചയായിട്ട് ഇങ്ങനെ ചവച്ച് നിൽക്കുന്നത് നമുക്കറിയാം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നോക്കൂ, ആമാശയത്തിന്, നമ്മുടെ പശുവിന്റെ ആമാശയത്തിന് എത്ര അറകളുണ്ട് എന്ന് ചോദിക്കാം. ആമാശയത്തിന് എത്ര അറകൾ ഉണ്ടെന്ന് ചോദിക്കാം. എത്ര അറകളാണുള്ളത്? 4 അറകളാണ് ആമാശയത്തിനുള്ളത്. ഏതൊക്കെയാണ് പശുവിന്റെ ആമാശയത്തിലെ 4 അറകൾ? അതിനകത്ത് പെടുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയോ, റൂമൻ, റെട്ടിക്കുലം, ഒമാസം, അബോമാസം. ഇതൊക്കെയാണ് റൂമൻ, റെട്ടിക്കുലം, ഒമാസം, അബോമാസം. ഓക്കെ, റൂമൻ, റെട്ടിക്കുലം, ഒമാസം, അബോമാസം. അബോമാസം, ഈ 4 പശുവിന്റെ ആമാശയത്തിലെ അറകൾ. വയറിനകത്ത് കാണുന്ന 4 അറകളാണ് ഈ പറയുന്ന 4 പേരുകൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി പശുക്കള് സസ്യാഹാരമാണല്ലോ കഴിക്കുന്നത്. അപ്പൊ ഈ സസ്യഭാഗങ്ങളിൽ എന്തുണ്ടാകും? സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് മുതലായിട്ടുള്ള കട്ടിയുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാകും അല്ലെ. സെല്ലുലോസ്, നമ്മുടെ സസ്യകോശത്തിന്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ അവര് കഴിക്കുന്ന ആഹാരത്തിലുള്ള സെല്ലുലോസ്, അതേപോലെ ഹെമി സെല്ലുലോസ് മുതലായ ഘടകങ്ങളെ റൂമനിലും റെട്ടിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ അവര് കഴിക്കുന്ന ആഹാരത്തിലുള്ള സെല്ലുലോസിനെയും, കട്ടിയുള്ള സെല്ലുലോസിനെയും ഹെമി സെല്ലുലോസിനെയും ഏതൊക്കെ അറയിൽ കാണുന്ന സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളാണ് ദഹിപ്പിക്കുന്നത്? റൂമനിലും റെറ്റിക്കുലത്തിലും കാണുന്ന സൂക്ഷ്മജീവികൾ. അവിടെ കുറച്ച് സൂക്ഷ്മജീവികളുണ്ട്. ആ സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളാണ് ഇവർ കഴിച്ച ആ ഒരു സെല്ലുലോസിനെയും ഹെമി സെല്ലുലോസിനെയും ചെറുതാക്കുന്നത്, വിഘടിപ്പിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആഹാരം റൂമനിൽ തന്നെ താൽക്കാലികമായിട്ട് സംഭരിച്ചു വെക്കപ്പെടും. ഓക്കെ അല്ലേ? ഇങ്ങനെ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആഹാരം എവിടെ തന്നെ സ്റ്റോർ ചെയ്യുന്നു? താൽക്കാലികമായിട്ട് റൂമനിൽ തന്നെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. അപ്പൊ റൂമനിൽ താൽക്കാലികമായി സംഭരിക്കുന്ന ഈ ആഹാരം തിരികെ വായിലേക്ക് എത്തുന്നു. ഈ റൂമനിൽ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത ആ ഒരു ആഹാരം തിരിച്ചെങ്ങോട്ട് തന്നെ എത്തുന്നു? വായിലേക്ക് തന്നെ എത്തുന്നു. അങ്ങനെ വായിലേക്ക് എത്തി പിന്നെയും അതിനെ ചവച്ചരയ്ക്കുകയാണ്. ഇത് നല്ല കട്ടിയുള്ള പദാർത്ഥമാണ്. അപ്പൊ വീണ്ടും ഇതിനെ ചവച്ചരയ്ക്കുന്നതിലൂടെ ദഹന പ്രക്രിയ കുറച്ചുകൂടി ഈസി ആയിട്ട്, കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നു. ഓക്കെ അല്ലേ? പശുവിന്റെ ആമാശയത്തിന് 4 അറ: റൂമൻ, റെട്ടിക്കുലം, ഒമാസം, അബോമാസം. ഇതിൽ സെല്ലുലോസിന്റെയും ഹെമി സെല്ലുലോസിന്റെയും ദഹനം അല്ലെങ്കിൽ വിഘടനം ഈ ഒരു റൂമനിലും റെട്ടിക്കുലത്തിലും കാണുന്ന സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളാണ് വിഘടിപ്പിക്കുന്നത്. വിഘടിച്ചതിന് ശേഷം ആഹാരം താൽക്കാലികമായി റൂമനിൽ തന്നെ സ്റ്റോർ ചെയ്യും. തിരിച്ചത് വീണ്ടും വായിലേക്ക് എത്തുന്നു. റൂമനിൽ നിന്ന് വായിലേക്ക് എത്തുന്നു. അവർ ചവച്ചരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ദഹനം എന്ത് ചെയ്യും? നടക്കും. ക്ലിയർ ആണല്ലോ? ശരി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പല്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ പഴയ ടെക്സ്റ്റിലും ഒക്കെ പഠിക്കാനുണ്ട്. പല്ലുകൾ ആഹാരത്തിനെ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് നമുക്കറിയാം. ഈ പല്ലിന്റെ ഘടനയൊക്കെ നമ്മുടെ പഴയ ടെക്സ്റ്റിലും അതുപോലെ തന്നെ ഉള്ളതാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പ്രത്യേകിച്ച് ഇതിനകത്തുള്ളതിൽ പുതിയൊരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പൾപ്പ് ക്യാവിറ്റിയിലോട്ട് നോക്കിക്കേ. പൾപ്പ് ക്യാവിറ്റിയിലോട്ട് നോക്കുമ്പോൾ പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. അത് ഒരു പുതിയ പോയിന്റ് ആണ്. ഏറ്റവും ആന്തരഭാഗം. ഓക്കെ, ഏറ്റവും ആന്തരഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി എന്നുള്ളത് ഒരു പുതിയ പോയിന്റ് ആണ്. പിന്നെ ഇതിനകത്ത് കാണുന്ന കോശങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഓഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ. കണ്ടോ നിങ്ങൾ? ഓഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ. അപ്പൊ നമ്മുടെ പല്ലുകളിൽ ഓഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ എവിടെ കാണുന്നു, അല്ലെങ്കിൽ ഏത് പാർട്ടിൽ കാണുന്നു എന്ന് വെച്ചാൽ പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന കോശങ്ങളാണ് ഓഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ. ഓഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ അതൊരു പുതിയ പോയിന്റ് ആണ്. ബാക്കിയുള്ള പോയിന്റ്സ് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് പഠിച്ചു. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റത്തില്ല. പുതിയ SCERT ഇപ്പൊ എക്സാമിന് മുന്നേ നമുക്ക് തീർക്കാൻ പറ്റത്തില്ലല്ലോ. ഉടനെ അടുത്ത എക്സാം വരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവരെ ഒരുപാട് പേര് പറഞ്ഞതിന്റെ ഫലമായിട്ട് നമുക്ക് കുറച്ചൊന്ന് ഫാസ്റ്റ് ആയിട്ട് പുതിയ പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകാം. ലോങ് ടേം ആയിട്ട് നിങ്ങൾ വരുന്ന വല്ലാത്ത പരീക്ഷകൾക്ക്, ഉടനെ ഇല്ലാത്ത പരീക്ഷകൾക്ക് നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് തന്നെ SCERTന്റെ സീരീസ് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പഴയതും പുതിയതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാം സമയം കിട്ടുന്നതിനനുസരിച്ച്. ഇപ്പൊ നമുക്ക് ഉടനെ എക്സാം ഉള്ളവരെ പരിഗണിച്ചുകൊണ്ട്
പ്രധാന പുതിയ പോയിന്റുകൾ മാത്രമേ, പുതിയ SCRT പോയിന്റ്സ് മാത്രം ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ അല്ലേ നിങ്ങൾ? ശരി. അപ്പൊ ഓഡന്റോബ്ലാസ്റ്റ് എന്ന് പറയുന്ന കോശങ്ങൾ അവിടെ കാണുന്നുണ്ട്. ബാക്കിയൊക്കെ നമ്മുടെ പഴയ SCRT കാര്യങ്ങളൊക്കെ തന്നെയാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ ദഹനം ആരംഭിക്കുന്നത് വായയിലാണെന്നറിയാം, പല്ലുകളൊക്കെ സഹായിക്കുന്നു, ഉമിനീർ ഗ്രന്ഥികൾ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന ആ കാര്യങ്ങളൊക്കെ അറിയാം. ആമാശയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ യാന്ത്രിക ദഹനം പറഞ്ഞു അല്ലെ, നമ്മുടെ മൂവ്മെന്റ്സ് കാരണം യാന്ത്രികമായിട്ട് ദഹിക്കുന്ന കാര്യം പറഞ്ഞു. അതിൽ നിങ്ങൾ പെരിസ്റ്റാൾസിസ് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ആഹാരം എന്താണ്, അന്നനാളത്തിലേക്ക് പോകുമ്പോൾ അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ പെരിസ്റ്റാൾസിസ് അന്നനാളത്തിൽ മാത്രമാണോ നടക്കുന്നത്? അല്ല, അന്നനാളത്തിന്റെ ഇങ്ങനെ വേവ് പോലെ, തരംഗം പോലെ അന്നനാളം ചലിക്കുന്നതാണ് പെരിസ്റ്റാൾസിസ്. ആ പെരിസ്റ്റാൾസിസ് നമ്മുടെ ആമാശയത്തിലും ചെറുകുടലിലും നടക്കുന്നുണ്ട്. പെരിസ്റ്റാൾസിസ് ആമാശയത്തിലും ചെറുകുടലിലും നടക്കുന്നുണ്ട്. അതെന്താണ്? അത് ഒരു യാന്ത്രിക ദഹനത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ SCRT പഴയ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്, ഞാനത് വീണ്ടും പറയുന്നില്ല. ഇനി നമുക്ക് പുതിയൊരു ടേം നമ്മുടെ പുതിയ SCRT കിടക്കുന്നത് സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന ടേമാണ്. സെഗ്മെന്റേഷൻ. ഓക്കെ, ചെറുകുടലിലേക്ക് പോകുമ്പോൾ അവിടെ പെരിസ്റ്റാൾസിസ് ഉണ്ട്, നമ്മൾ പഴയ പുസ്തകത്തിൽ പഠിച്ചു. പെരിസ്റ്റാൾസിസിനോടൊപ്പം തന്നെ സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന മറ്റൊരു പ്രോസസ്സും കൂടി ചെറുകുടലിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ സെഗ്മെന്റേഷൻ എന്താന്ന് വെച്ചാൽ ഈ ചെറുകുടല് ആന്ത്രരസം ഉൽപ്പാദിപ്പിക്കും, അല്ലെങ്കിൽ ചെറുകുടല് ദഹനരസത്തെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചു ദഹന ദഹനരസങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ദഹനരസങ്ങളുമായിട്ട് ആഹാരത്തെ മിക്സ് ചെയ്യുന്ന പ്രക്രിയയാണ് സെഗ്മെന്റേഷൻ. ആഹാരത്തെ കൂട്ടി കലർത്തി അതിനെ കുഞ്ഞു നന്നായിട്ട് നമ്മുടെ ചിത്രത്തിലോട്ട് നോക്കൂ. ഇവിടെ നല്ല റൗണ്ട് ഷേപ്പിൽ ആഹാരം ഇരുന്നു, അത് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഓരോ സ്റ്റെപ്പിലേക്ക് മാറുന്നുണ്ടോ? അവിടുത്തെ പേശികളുടെ മൂവ്മെന്റ് കാരണം ആഹാരം നന്നായിട്ട് ആ ദഹനരസവുമായിട്ട് മിക്സ് ആയിട്ട് കുഞ്ഞു പീസുകളായിട്ട് അല്ലെങ്കിൽ ദഹിച്ച് അത് ചെറിയ സാധനങ്ങളായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിനും സഹായിക്കുന്നു. അപ്പൊ ദഹനരസവുമായിട്ട് ആഹാരത്തെ കലർത്തുന്നത് എന്ത് മൂവ്മെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അത് സെഗ്മെന്റേഷൻ ആണ് കേട്ടോ. ദഹനരസവുമായിട്ട് ചെറുകുടലിലെ ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്ന, മിക്സ് ചെയ്യുന്ന പ്രക്രിയ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെഗ്മെന്റേഷൻ ആണെന്ന് ഓർമ്മിച്ച് വയ്ക്കുക. സെഗ്മെന്റേഷൻ ആണ്. പെരിസ്റ്റാൾസിസും ഉണ്ട്, സെഗ്മെന്റേഷനും ഉണ്ട്. ക്ലിയർ അല്ലേ? ശരി, അപ്പൊ അത് മനസ്സിലായി. അപ്പൊ യാന്ത്രിക ദഹനം നടക്കുന്ന ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി ഇതും നിങ്ങൾ SCRT പഴയ ടെക്സ്റ്റിൽ നല്ലോണം പഠിച്ചിട്ടുണ്ട്. ഈ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഇടുമ്പോൾ, ഫുഡ് നമ്മൾ ഉള്ളിലേക്ക് ഇടുമ്പോൾ ആഹാരവും അതേപോലെ വായുവും ഒരേപോലെ കടന്നു പോകുന്ന കുഴലാണ് ഗ്രസനി എന്ന് പറയുന്ന കുഴല്, ഫാരിങ്സ് എന്ന് പറയുന്ന കുഴല്. ഓക്കെ, ആ ഒരു ആഹാരം ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ 3 ഓപ്പണിങ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ മൂക്കിലേക്ക് വരുന്ന നാസാഗഹ്വരം, നമ്മുടെ മൂക്കിലേക്ക് തുറക്കുന്ന ഒരു ഓപ്പണിംഗ് നാസാഗഹ്വരം എന്ന് പറയുന്ന ഓപ്പണിംഗ്. ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗമാണ്. ഒരു മിനിറ്റ്, ഇവിടെ. ഓക്കെ, ഈ ഒരു ഭാഗം ഇവിടെ കാണുന്നില്ലേ? ഈ ഒരു ഭാഗം, ഈ ഒരു ഓപ്പണിംഗ് ആണ് നമ്മുടെ നാസാഗഹ്വരം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അവിടെ വേറെ 2 കുഴലുകൾ അവിടെ കാണുന്നുണ്ട്. ഈ ഒരു വലിയ കുഴൽ കണ്ടോ നിങ്ങൾ? ഇവിടെ ഒരു വലിയ കുഴൽ കണ്ടോ? ഈ കുഴലിന്റെ പേര് ശ്വാസനാളമാണ്. നമ്മുടെ ശ്വാസം എടുക്കുന്ന ആ ഒരു കുഴലാണ് ശ്വാസനാളം. ഈ ഒരു ഒരു ഇടുങ്ങിയ കുഴൽ ഇവിടെ കണ്ടോ? ഇവിടെ ഒരു ഇടുങ്ങിയ കുഴൽ കണ്ടോ? അത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അന്നനാളം. അതാണ് അന്നനാളം. അപ്പൊ 3 കുഴലുകളുണ്ട്. മൂക്കിലേക്ക് പോവാണ്ട് മൂക്കിലേക്ക് തുറക്കുന്ന കുഴലാണ് നാസാഗഹ്വരം. ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ശ്വാസനാളവും അന്നനാളവും ഉണ്ട്. ഇതില് നാസാഗഹ്വരത്തിലോട്ട്, മൂക്കിലോട്ട് നമ്മൾ ഫുഡ് കയറി പോകാൻ പാടില്ല, ശ്വാസനാളത്തിലോട്ടും കയറി പോകാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് അന്നനാളത്തിലോട്ട് തന്നെ നമ്മുടെ ഫുഡ് കയറി പോകണം അല്ലെ. ഇതിന് സഹായിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെയുണ്ട്. നിങ്ങൾ അവിടെ SCRTയിൽ എപ്പിഗ്ലോട്ടിസ്, ക്ലോമവിധാനവും അണ്ണാക്ക്, ഉവുലയും ചെറുനാക്കും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ അത് പഠിക്കാത്തവര് ഉടനെ എക്സാം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് നോക്കി വെച്ചിരിക്കുക. അല്ലാത്തവര് വിഷമിക്കേണ്ട, ഇതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. നമുക്കിപ്പം ഉടനെ അടുത്ത എക്സാം ഉള്ള ആൾക്കാരൊന്ന് പരിഗണിച്ചുകൊണ്ട് ഞാൻ പുതിയ പോയിന്റുകൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. ബാക്കി ഇതിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പഴയ SCRTയിൽ ഉള്ളതാണ്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം, നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ വേറെ ഒന്നും പുതിയ പോയിന്റുകൾ ഇല്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴും നമ്മുടെ ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. വായയില് നമ്മുടെ നടക്കുന്ന ദഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ അവിടെ ഉള്ളത് തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും പുതിയതില്ല. അന്നനാളത്തിലെ പെരിസ്റ്റാൾസിസ് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, വേറൊന്നും അവിടെയും ഇല്ല. ആമാശയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും നമുക്ക് അവിടെ പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നും തന്നെ എഴുതിയിട്ടില്ല. എന്നാൽ ചെറുകുടലിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പുതിയ കാര്യമുണ്ട്. എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചത് പ്രകാരം ചെറുകുടലിലേക്ക് ഫുഡ് വരുമ്പോൾ അവിടെ കാണുന്ന ദഹനരസങ്ങൾ ആഹാരത്തിനെ പൂർണ്ണമായിട്ടും ദഹിപ്പിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു.
അവിടെ എടുത്ത് രണ്ട് എൻസൈമുകളുടെ പേരുകൾ അവിടെ നമ്മുടെ പുതിയ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഒന്നിങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ദഹനരസത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും. SCERT ഇല്ലാത്തതാണ്, NCERT നിന്ന് നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സക്കസ് എൻഡറിക്കസ്. സക്കസ് എൻഡറിക്കസ് എവിടെ കാണുന്ന ദഹനരസമാണെന്ന് ചോദിച്ചാൽ ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസത്തിന്റെ പേരാണ് സക്കസ് എൻഡറിക്കസ്. സക്കസ് എൻഡറിക്കസ്. ഓക്കെ, അല്ലെങ്കിൽ ആന്ത്രരസം എന്ന് പറയും. ഇന്റസ്റ്റിനൽ ജ്യൂസ്. സക്കസ് എൻഡറിക്കസ് ചെറുകുടലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിനകത്ത് ഒരുപാട് എൻസൈമുകൾ അല്ലെങ്കിൽ രാസാഗ്നികളുണ്ട്. ഈ രാസാഗ്നികളാണ് നമ്മുടെ ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, അതില് പ്രത്യേകിച്ച് ഇന്നൊരു പേരായിട്ട് പഴയ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. ഇവിടെ ഇതാ കൊടുത്തിട്ടുണ്ട്. നോക്ക്, ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനൽ, ഒരു മിനിറ്റ് ഞാൻ കളർന്ന് മാറ്റിക്കോട്ടെ. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസിലെ, അതായത് സക്കസ് എൻഡറിക്കസിലെ, ഇവിടെ നോക്കിക്കോ, കാർബോഹൈഡ്രേറ്റ്സുകൾ. ഓക്കെ, എന്താണ് പേരെന്താണ്? ഇൻഡസ്ട്രിയൽ ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ദഹനരസമാണ്. കാർബോഹൈഡ്രേറ്റ്സുകൾ. കാർബോഹൈഡ്രേറ്റ്സുകൾ. ഓക്കെ, ഇത് എന്റെ കയ്യിൽ പെൻ ടാബ് ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അവിടെ വരുന്നത്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. കാർബോഹൈഡ്രേറ്റ്സുകൾ ഇവിടെ കണ്ടോ, കാർബോഹൈഡ്രേറ്റ്സുകൾ എന്ന് എഴുതിയിരിക്കുന്ന സാധനം കണ്ടോ, കാർബോഹൈഡ്രേറ്റ്സുകൾ. ഈ കാർബോഹൈഡ്രേറ്റ്സുകൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റുകളെ, കഴിഞ്ഞ ദിവസം നമ്മൾ കാർബോഹൈഡ്രേറ്റ് പഠിച്ചില്ലേ, നമ്മുടെ എന്താ പറയാ ഫുഡ് പ്ലേറ്റ് ഒക്കെ നോക്കിയപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കണ്ടിരുന്നു. നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങൾ, അരി, ഗോതമ്പ്, അതേപോലെ തന്നെ പഴങ്ങള്, ബാക്കിയുള്ള നമ്മുടെ ഈ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നു, കരിമ്പ് നമ്മൾ കഴിക്കുന്നു, പാല് കുടിക്കുമ്പോൾ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ അടങ്ങിയിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ നമ്മൾ കഴിച്ച ആഹാരത്തിലുള്ള കാർബോഹൈഡ്രേറ്റുകളെ കുഞ്ഞായിട്ട് അല്ലെങ്കിൽ ചെറുതാക്കി മാറ്റുന്ന തരം എൻസൈമുകളുടെ പേരാണ് കാർബോഹൈഡ്രേറ്റ്സുകൾ. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന കുറെ എൻസൈമുകളുണ്ട്. ആ എൻസൈമുകളാണ് നമ്മൾ കഴിച്ച ആഹാരത്തിലുള്ള ധാന്യകത്തിനെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ ചെറിയ രൂപങ്ങളായിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിങ്ങനെയാക്കി മാറ്റുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ കഴിച്ച ആഹാരത്തിലെ ആ കാർബോഹൈഡ്രേറ്റുകൾ ഏറ്റവും ചെറുതാക്കി ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും ആക്കിയാണ് മാറ്റാൻ പറ്റുന്നത്. നമ്മുടെ പഴയ ടെക്സ്റ്റിലുണ്ട്. അങ്ങനെ ആക്കി മാറ്റാൻ സഹായിക്കുന്ന ചെറുകുടലിൽ കാണുന്ന ഒരു കൂട്ടം രാസാഗ്നികൾ ചേരുന്ന പേരാണ് കാർബോഹൈഡ്രേറ്റ്സുകൾ. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സുകൾ ക്ലിയർ ആണല്ലോ. ഇനി പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്ന ഗ്രൂപ്പ് ഓഫ് എൻസൈമുകളുടെ പേരാണ് പ്രോട്ടിയേസുകൾ. പ്രോട്ടിയേസുകൾ. അപ്പൊ പ്രോട്ടിയേസുകൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനിനെ അമിനോ ആസിഡ് ആക്കി മാറ്റുന്ന സാധനങ്ങളാണ് പ്രോട്ടിയേസുകൾ. ഓക്കെ, പ്രോട്ടിയേസുകൾ. ഓക്കെ അല്ലെ. പിന്നെ ലഘുപോഷക ഘടകങ്ങൾ, ജലം, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായും ചെറുകുടലിൽ വെച്ച് നടക്കുന്നു. കഴിഞ്ഞ നമ്മുടെ LGSന്റെ പരീക്ഷയ്ക്ക് ഈ ചോദ്യം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കഴിഞ്ഞ LGSന്റെ ഒരു സോൾവിംഗ് സെഷൻ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ജലം, ലവണങ്ങൾ എന്നിവയുടെ ആഗിരണം നടക്കുന്നത് എവിടെയാണ് എന്നൊരു ആ ഒരു പോയിന്റ് വന്നിട്ട് അവിടെ നമുക്ക് ചെറുകുടൽ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ലവണങ്ങളുടെ ആഗിരണം എന്ന് വരുമ്പോൾ അത് വൻകുടലിലേക്കാണ് വരുന്നത്. ലവണങ്ങളുടെ ആഗിരണം എന്ന് വരുമ്പോൾ ചെറുകുടലിൽ വെച്ച് ജലത്തിന്റെ ആഗിരണം ആരംഭിക്കുന്നുണ്ട്. ഒരു 90% ഒക്കെ ജലത്തിന്റെ ആഗിരണം ചെറുകുടലിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് എവിടെയാണ്? അത് വൻകുടലിൽ വെച്ചാണ്. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ജലവും ലവണങ്ങളും അവശേഷിക്കുന്നത്, ഒന്ന് ജസ്റ്റ് വൻകുടലിലോട്ട് നോക്കിക്കേ, അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. അപ്പൊ ലവണം എന്ന് പറയുന്ന വാക്ക്, സോൾട്ട് എന്ന് പറയുന്ന വാക്ക് എവിടെ ഇല്ല? ചെറുകുടലിലേക്ക് വരുമ്പോൾ അവിടെ ഇല്ല. പക്ഷെ വൻകുടലിലേക്ക് വരുമ്പോൾ അവിടെയാണ് ലവണം എന്ന് പറയുന്ന വാക്ക് വരുന്നത്. ബാക്കിയുള്ള നോക്കൂ, നമ്മുടെ ലഘുപോഷക ഘടകങ്ങൾ, ജലം, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായിട്ടും ചെറുകുടലിൽ വെച്ച് നടക്കുന്നു. അപ്പൊ ഇവിടെ പഴയ SCERT ഇല്ലാത്ത 2 പോയിന്റുകൾ, ഒന്ന് കാർബോഹൈഡ്രേറ്റ്സുകളും മറ്റൊന്ന് പ്രോട്ടിയേസുകളുമാണ്. ഓർത്തു വെക്കണം. ഓക്കെ, അടുത്ത കരൾ. അതിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പഠിച്ച കാര്യങ്ങളാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ ഇല്ല. പാൻക്രിയാസിലേക്ക് നമ്മൾ വരുമ്പോഴും അവിടെയും പാൻക്രിയാസിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അവിടെ ട്രിപ്സിന്റെ കാര്യമൊക്കെ അറിയാം. ട്രിപ്സിൻ പാൻക്രിയാസിൽ കാണുന്ന ട്രിപ്സിൻ എന്ത് ചെയ്യുന്നു? പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭാഗികമായിട്ടാണ് അപ്പൊ ദഹിപ്പിക്കുന്നത്. ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നുണ്ട്. ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായിട്ടും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അവിടെ പൂർണ്ണമായിട്ടെന്നുള്ളൊരു കാര്യം അവിടെയും പഠിച്ചിട്ടുണ്ട്. കൊഴുപ്പിന്റെ ചെറിയ രൂപങ്ങളാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അപ്പോൾ ലിപ്പേസുകൾ, പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണുന്ന ലിപ്പേസുകൾ പൂർണ്ണമായിട്ടും കൊഴുപ്പിനെ ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നുണ്ടെന്നുള്ളൊരു പോയിന്റ് ഇവിടെ പഠിക്കുക. ഓക്കെ അല്ലേ? ശരി, അടുത്തത്
വൻകുടലിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ് കണ്ട ആൾക്കാർക്ക് തോന്നും കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഞാൻ പോകുന്ന പോലെ. അപ്പൊ അത് ഉടനെ എക്സാം വരുന്ന ആൾക്കാരെ നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് കേട്ടോ. നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലാബറേറ്റ് ആയിട്ട് പഠിച്ചു, പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിത് ആ എക്സാമിന് മുന്നേ നമുക്ക് ഇത് തീർക്കാൻ പറ്റില്ല. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് SCRT സീരീസ് ആയിട്ട് തന്നെ ചെയ്യാം. ഇത് പ്രധാന പോയിന്റുകൾ എന്നുള്ള നിലയിലാണ് നമ്മൾ ഇത് പുതിയ SCRT പോകുന്നത്. ഓക്കെ അല്ലേ എല്ലാവരും? ശരി. അപ്പൊ വൻകുടലിൽ നമ്മൾ പറഞ്ഞു, വൻകുടലില് വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ വിറ്റാമിൻ കെക്ക് പുറമെ ബി കോംപ്ലക്സിൽ കാണുന്ന വിറ്റാമിൻ ബി എന്ന് പറഞ്ഞ B1 B2 B3 എന്ന് പറഞ്ഞ് കുറെ ഉണ്ടല്ലോ. അതിനകത്ത് വിറ്റാമിൻ ബി കോംപ്ലക്സ്, ആ ബി വിറ്റാമിൻസിൽ കാണുന്ന ചില വിറ്റാമിനുകളെയും വൻകുടലിൽ കാണുന്ന ബാക്ടീരിയാസ് നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളൊരു പോയിന്റ് എക്സ്ട്രാ ആയിട്ട് നമ്മുടെ പുതിയ ടെക്സ്റ്റിലുണ്ട്. വിറ്റാമിൻ കെ ഉണ്ടെന്ന് ഓൾറെഡി ടെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിറ്റാമിൻ കെയും അതേപോലെ ബി കോംപ്ലക്സിൽ കാണുന്ന ചില വിറ്റാമിനുകളും വൻകുടലിലുള്ള ബാക്ടീരിയകൾ നിർമ്മിക്കുന്നു എന്നുള്ളൊരു പുതിയ പോയിന്റ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു പോയിന്റും നമുക്ക് പുതിയ പോയിന്റ്സ് അവിടെ നിന്ന് കിട്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം കോശ ആന്തര ദഹനവും കോശബാഹ്യ ദഹനവും പഠിച്ചല്ലോ. നമ്മുടെ ശരീരത്തിൽ ദഹനം നടക്കുന്നത് കോശത്തിന്റെ അകത്താണോ? അല്ല, പുറത്താണ് നടക്കുന്നത്. അപ്പൊ മനുഷ്യനിൽ പൂർണ്ണമായിട്ട് നമ്മൾ നടക്കുന്ന ദഹനം എന്ത് ദഹനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോശബാഹ്യ ദഹനമാണ് നടക്കുന്നത് അല്ലെ. മനുഷ്യനിൽ പൂർണ്ണമായിട്ട് നടക്കുന്നത് കോശബാഹ്യ ദഹനമാണ്. കോശബാഹ്യ ദഹനമാണ് നടക്കുന്നത്. ആ ഒരു പോയിന്റ് ഓർമ്മിച്ചു വെക്കണം. ആഹാരത്തിന്റെ ദഹനം അവസാനിക്കുന്നത് ചെറുകുടലിലാണ്. നമ്മുടെ ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ച് തന്നെയാണെന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇനി നമുക്ക് ആഗിരണത്തിലോട്ട് പോവാം. അവിടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഒറ്റ പോയിന്റ് എക്സ്ട്രാ ഉണ്ട്. 6 മീറ്ററോളം നീളം ചെറുകുടലിലുണ്ടെന്നുള്ളത് നോർമൽ നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. പക്ഷെ അതിന്റെ വ്യാസം നമ്മുടെ ടെക്സ്റ്റിലില്ല. 2.5 സെന്റിമീറ്ററോളം വ്യാസമുള്ളതും കണ്ടോ, 2.5 സെന്റിമീറ്ററോളം വ്യാസമുള്ളതും. അപ്പൊ ചെറുകുടലിന്റെ ആ ഒരു വ്യാസം ചോദിച്ചു കഴിഞ്ഞാൽ 2.5 സെന്റിമീറ്റർ വ്യാസമാണ് ഉള്ളതെന്ന് ഓർമ്മിച്ചു വെക്കണം. നീണ്ട് ചുരുണ്ടതും പേശി നിർമ്മിതവുമാണ് ചെറുകുടൽ. പേശികൾ കൊണ്ട് നിർമ്മിച്ച അവയവമാണ് ചെറുകുടൽ. അതുകൂടെ ഓർത്തു വെക്കുക. അപ്പൊ 6 മീറ്റർ നീളമുണ്ട്, 2.5 സെന്റിമീറ്ററോളം വ്യാസമുണ്ട്, നീണ്ട് ചുരുണ്ട പേശി നിർമ്മിതമായ അവയവമാണ് ഏത്? ചെറുകുടൽ. പേശി നിർമ്മിതമായ അവയവമാണ് ചെറുകുടൽ. ഓക്കെ ആണല്ലോ? ശരി. അപ്പൊ ആ ഒരു കാര്യം, ബാക്കിയൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുള്ള പഴയ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെ, പുതിയ പോയിന്റുകളൊന്നും ഇല്ല. ഇനി നമ്മൾ വില്ലസിലോട്ട് വരുമ്പോൾ ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള പ്രൊജക്ഷൻസിനെയാണ് വില്ലസുകൾ അല്ലെങ്കിൽ വില്ലൈ എന്ന് പറയുന്നതെന്ന് അറിയാം. ഇതിനകത്ത് രക്തലോമികയും ലിംഫ് ലോമികയും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നോക്കിയോ, ഈ ചെറുകുടലിന്റെ ആ ഒരു വില്ലസിന്റെ ഏറ്റവും പുറത്ത് ഒരൊറ്റ നിരകോശം, ഒരൊറ്റ നിരകോശം ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? ആവരണം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? ഒറ്റ നിരകോശങ്ങൾ ഇങ്ങനെ ആവരണം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? അതാണ് ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങൾ. പുതിയ ടെക്സ്റ്റിൽ മാത്രമുള്ള പോയിന്റ് ആണ് ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങൾ. ഓക്കെ, ഒറ്റ നിര ഏറ്റവും പുറമെ ആ ഒരു വില്ലസിനെ കവർ ചെയ്തുകൊണ്ട് ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങളുണ്ട്. ഈ എപ്പിത്തീലിയൽ കോശങ്ങളാണ് പോഷകാകിരണത്തിനുള്ള പ്രാഥമിക പ്രതലമായിട്ട് പ്രവർത്തിക്കുന്നത്. ആകിരണത്തിനുള്ള പ്രാഥമിക പ്രതലമായിട്ട് പ്രവർത്തിക്കുന്നത് ഈ ഒറ്റനിര കോശങ്ങളാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പോ നിങ്ങളടുത്ത് വേണമെങ്കിൽ ചോദിക്കാം, പോഷകാകിരണത്തിനുള്ള ചെറുകുടലിൽ കാണുന്ന പ്രാഥമിക പ്രതലം ഏത് എന്ന് ചോദിച്ചാൽ അത് അതിന്റെ പുറത്ത് കാണുന്ന എപ്പിത്തീലിയൽ കോശങ്ങളാണ്, അല്ലെങ്കിൽ ആവരണ കലയാണ്. എപ്പിത്തീലിയൽ കോശത്തിന്റെ മലയാളം ആവരണ കല എന്നാണ്. അപ്പോ ചെറുകുടലില് വില്ലസിന്റെ പുറത്ത് കാണുന്ന, വില്ലസിനെ ആവരണം ചെയ്ത് കാണുന്ന എപ്പിത്തീലിയൽ കോശങ്ങൾ അല്ലെങ്കിൽ ആവരണ കലയാണ് പോഷകാകിരണത്തിനുള്ള പ്രാഥമിക പ്രതലമായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേ? ശരി. ഇനി ഇങ്ങോട്ട് നോക്കണേ. ഈ താഴേക്കുള്ള ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇതാ ഒരു എന്ത് വരുന്നുണ്ട്? രക്തക്കുഴൽ ഇതാ പോകുന്നുണ്ട് അല്ലെ. ഇവിടെ ഒരു രക്തക്കുഴൽ ഇതാ പോകുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഒരു രക്തക്കുഴൽ ഇതാ ഇവിടെ ഒരു രക്തക്കുഴൽ പോകുന്നുണ്ട്. ഇത് ധമനിയാണ്. ഓക്കെ, ആ ധമനിന്ന് ഒരു ശാഖ പതുക്കെ വില്ലസിലേക്ക് കയറി കുഞ്ഞു ചുമന്ന കളറിൽ കുഞ്ഞു രക്തക്കുഴലുകൾ കണ്ടോ? ഈ കുഞ്ഞു രക്തക്കുഴലുകളാണ് ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലറീസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലറീസ്, നിങ്ങൾക്ക് അറിയാം. ഈ ലോമികകളെല്ലാം കൂടെ കൂടി ചേർന്ന് സിരകളായിട്ട്, നീല നിറത്തിൽ കണ്ടോ സിരകളായിട്ട് വരുന്നുണ്ടോ? ആ സിരകളായിട്ട് മാറി ഇത് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ നമ്മുടെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഓൾറെഡി നിങ്ങൾ പഴയതിൽ പഠിച്ചിട്ടുണ്ട്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്. ഈ 4 കാര്യങ്ങളാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ജലത്തിൽ ലയിക്കുന്ന പോഷകങ്ങളായിട്ടുള്ള ഈ പറയുന്ന സാധനങ്ങളാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. ബാക്കി നമ്മുടെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലിംഫിലേക്ക് അല്ലെങ്കിൽ ലാക്റ്റിയലിലേക്കാണ് ആഗിരണം ചെയ്യുന്നത്. അതൊക്കെ നോർമലി ആയിട്ട് നിങ്ങൾ നേരത്തെ SCRT പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. വേറെ ഒരു പുതിയ ഫാക്ട് അവിടെ ഇല്ല. ഓക്കെ, ശരി. അടുത്ത രക്തവും ലിംഫും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും ഒക്കെ അവിടെ വേറെ ഒന്നുമില്ല, പുതിയ പോയിന്റുകൾ ഒന്നും തന്നെ ഇല്ല. പ്ലാസ്മ 55, രക്തകോശം 45, ബാക്കി പ്ലാസ്മയിൽ 90% ജലം ഉണ്ടെന്നൊക്കെയുള്ള എക്സ്ട്രാ പോയിന്റുകൾ പഴയ ടെക്സ്റ്റിലുണ്ട്. പുതിയതിൽ അതൊന്നും ഇല്ല. നമ്മൾ അവിടെ ഓൾറെഡി കുറച്ചും കൂടി കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് അവിടെ പഠിച്ചിട്ടുണ്ട്, അത് പറയുന്നില്ല. ഓക്കെ, ഇനി അതിനുശേഷം
നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ടിഷ്യൂ ദ്രവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ചിത്രം, അതേപോലെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ലോമികകളിൽ കൂടെ രക്തം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് ചുമന്ന കളറിൽ കുഞ്ഞു 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 ഭാഗങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ലോമികകൾ എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു ചെറിയ 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 കുഴലുകൾ കാണുന്നുണ്ട്. ഈ ലോമികയിൽ കൂടെ രക്തം കടന്നു പോകുമ്പോൾ ഈ ലോമികയുടെ ഭിത്തിയിൽ കുഞ്ഞു 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 സുഷിരങ്ങളുണ്ട്, ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളിൽ കൂടെ നമ്മുടെ രക്തത്തിൽ കാണുന്ന ദ്രാവക ഭാഗം പുറത്തേക്ക് ഇറങ്ങുന്നു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ രക്തക്കുഴലാന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് നമ്മുടെ ലോമികയാണ് അല്ലെങ്കിൽ രക്തക്കുഴലാന്ന് വിചാരിക്കാം. ഈ രക്തക്കുഴലിൽ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ ഇതിന്റെ എവിടെയുണ്ട്? ഇതിന്റെ ആ ഒരു രക്തക്കുഴലിന്റെ ഭിത്തിയിലായിട്ട് കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളിൽ കൂടെ നമ്മുടെ രക്തത്തിൽ കാണുന്ന ദ്രാവക ഭാഗം പതുക്കെ ഊറി എന്ത് ചെയ്യും? പുറത്തേക്ക് ഇറങ്ങും. ഈ ദ്രാവക ഭാഗം എന്ത് ചെയ്യുന്നു? ഊറി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ ദ്രാവകത്തിന് നമ്മൾ പറയുന്ന പേരാണ് ടിഷ്യൂ ദ്രവം അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ്. രക്തത്തിലെ ദ്രാവക ഭാഗം പതുക്കെ പുറത്തേക്ക് ഇറങ്ങും. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ കോശങ്ങൾ ഉണ്ടാകും. നമ്മുടെ കോശങ്ങൾ ഇവിടെ ഉണ്ടാവും. നമ്മൾ കഴിച്ച ആഹാരത്തിലെ പോഷകങ്ങളെയൊക്കെ രക്തത്തിൽ ആഗിരണം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ കോശങ്ങളാണ്. ഇനി ഈ പോഷകങ്ങൾ പതുക്കെ ഈ പോഷകങ്ങള് ഈ പുറത്തേക്ക് ഇറങ്ങിയ ടിഷ്യൂ ദ്രവം ഇല്ലേ, ആ ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് എങ്ങോട്ട് കയറുന്നത്? കോശത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. അപ്പോ പദാർത്ഥ സംവഹനം അല്ലെങ്കിൽ പദാർത്ഥം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, രക്തത്തിൽ നിന്ന് നമ്മുടെ കോശത്തിലേക്ക് പദാർത്ഥം എങ്ങനെയാണ് പോകുന്നത്, ഏത് വഴിയാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് പോകുന്നത്. മനസ്സിലായോ? കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. കോശങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു പോയിന്റ് ആണത്, അത് നോക്കി വെച്ചിരിക്കണം. കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ രക്തത്തിൽ നിന്ന് ടിഷ്യൂ ദ്രവം പുറത്തോട്ട് ഇറങ്ങും. ആ ടിഷ്യൂ ദ്രവത്തിൽ കൂടെയാണ് പോഷകങ്ങൾ കോശങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ശരി, അടുത്ത ലിംഫാണ്. ഓക്കെ, ഇനി ഈ ടിഷ്യൂ ദ്രവം പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പറഞ്ഞു അല്ലെ. ഈ ഇറങ്ങിയ ടിഷ്യൂ ദ്രവത്തിന്റെ ഒരു ഭാഗം ലിംഫ് ലോമികകളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അതായത് ലിംഫ് ഒഴുകുന്ന കുഴൽ, ആ ഈ ചിത്രത്തിൽ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ലിംഫ് ലോമിക. ലിംഫ് ഒഴുകുന്ന കുഴലുകൾ ആ ലിംഫ് ലോമികയിലേക്ക് പ്രവേശിക്കുന്നു. ആ ടിഷ്യൂ ലിംഫ് ലോമികയുടെ ഉള്ളിൽ കാണുന്ന ആ ടിഷ്യൂ ദ്രവത്തിന് നമ്മൾ പറയുന്ന പേരാണ് ലിംഫ്. ലിംഫ് വാഹികളിൽ കാണുന്ന ടിഷ്യൂ ദ്രവത്തിന് പറയുന്ന പേരാണ് എന്ത്? ലിംഫ്. ഓക്കെ, ഈ ലിംഫിൽ കൂടെയാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ഫാറ്റി ആസിഡും ഗ്ലിസറോളും അതേപോലെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും സംവഹനം ചെയ്യുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെ? ADEK അല്ലെ, അടക്കാണ് ADEK. അപ്പോ നമ്മുടെ ഫാറ്റി ആസിഡ്, ഗ്ലിസറോള്, അതേപോലെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളായ ADEK, ഇത്രയുടെയും സംവഹനം, ഇത്രയും നമ്മുടെ കോശങ്ങളിലോട്ട് എത്തുന്നത് ലിംഫിലൂടെയാണെന്ന് ഓർമ്മിക്കുക. ലിംഫിൽ കൂടെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോശങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നത്. ബാക്കിയുള്ള സാധനങ്ങൾ ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് കോശത്തിൽ എത്തുന്നത്. ബാക്കി ഈ പറയുന്ന കൊഴുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലിംഫിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? കോശങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ അല്ലേടാ? നെക്സ്റ്റ് പോവാം. അടുത്ത ലിംഫ് വ്യവസ്ഥയെ പറ്റി ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, സ്പ്ലീൻ, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നതാണ് ലിംഫ് വ്യവസ്ഥ. അപ്പൊ ലിംഫ് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്നത് ആരൊക്കെ, അല്ലെങ്കിൽ ലിംഫ് വ്യവസ്ഥയുടെ ഇതിൽ പെടാത്തത് ഏതൊക്കെയെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ലിംഫ് ഉണ്ട്, ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, സ്പ്ലീന്, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി, ഇത്രയും ചേരുന്നതിനെയാണ് നമ്മൾ ലിംഫ് വ്യവസ്ഥ. ഇത്രയും അവയവങ്ങൾ ലിംഫ് വ്യവസ്ഥയിൽ ബന്ധപ്പെട്ട് ഇരിപ്പുണ്ട്. ഇനി ലിംഫില് ചുവന്ന രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ ഒന്നുമില്ല. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ലിംഫില് ചുവന്ന രക്തകോശങ്ങളും അതേപോലെ വലിയ തന്മാത്രകൾ, പ്രോട്ടീൻ തന്മാത്രകൾ ഒന്നും തന്നെ കാണപ്പെടുന്നില്ല എന്നുള്ള പോയിന്റ് അവിടെ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. ഓക്കെ അല്ലേ? ശരി, ഇനി അടുത്ത് നമ്മുടെ ധമനി, ലോമിക, സില, ഇതിന് മൂന്നിനെ പറ്റിയും പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, യാതൊരു മാറ്റവും അവിടെ ഇല്ല. പിന്നെ കഴിഞ്ഞ LGSന്റെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്ന ഭാഗം അല്ലെ, കഴിഞ്ഞ അതിന്റെ അനാലിസിസ് കണ്ടവർക്ക് അറിയാം ഈ സാധനമാണ്. പക്ഷെ ഇത് പഴയ ടെക്സ്റ്റിൽ ഉള്ളത് തന്നെയാണ്. പഴയ ടെക്സ്റ്റിലും ഈ സെയിം സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റിലും പഴയ ടെക്സ്റ്റിലും ഒക്കെ എവിടെയുണ്ട്. ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ ഇതിന്റെ എക്സാമ്പിൾ ആണെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പോർട്ടൽ സിര എന്ന് പറഞ്ഞാൽ? നോർമലായിട്ട് സിരകളൊക്കെ ഹൃദയത്തിലോട്ടാണ് ചെല്ലേണ്ടത്. പക്ഷെ ഹൃദയത്തിൽ ചെല്ലാതെ ചില സിരകൾ ഒരവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് രക്തത്തെ കൊണ്ടുപോകും. അതിനെയാണ് നമ്മൾ പോർട്ടൽ സിര എന്ന് പറയുന്നത്. അപ്പൊ ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിലേക്ക് എത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഇതിന്റെ ഒരു ഉദാഹരണമാണ് അല്ലെ. ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ആ ഒരു ഹെപ്പാറ്റിക് പോർട്ടൽ സിരയുടെ കാര്യമാണ് കേട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് വില്ലസ് അല്ലേ, നമ്മുടെ വില്ലസ് ആണല്ലോ. അപ്പൊ പോഷക ഘടകങ്ങൾ വില്ലസിലെ രക്തലോമികളിൽ നിന്ന് പോർട്ടൽ സിര വഴി കരളിലേക്ക് എത്തി. കണ്ടോ, പോർട്ടൽ സിര വഴി എന്ത് ചെയ്തു? കരളിലോട്ട് എത്തി.
ഇനി ഇവിടെ നിന്ന് ഹെപ്പാറ്റിക് സിര വഴി, ഈ പുറത്തേക്ക് ഇറങ്ങുന്ന സാധനം ഹെപ്പാറ്റിക് സിരയാണ്. ഓക്കെ, ഹെപ്പാറ്റിക് സിര വഴി എന്ത് ചെയ്യുന്നു, അത് പതുക്കെ നമ്മുടെ ഹൃദയത്തിലോട്ട് എത്തും, നേരിട്ട് ഹൃദയത്തിലോട്ട് എത്തും. അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്ന എന്താ ഹെപ്പാറ്റിക് പോർട്ടൽ സിര, ഇതിന്റെ ഇടയിൽ വരുന്ന ഈ ഒരു സാധനം അതുണ്ടോ, ഈ ഒരു രക്തക്കുഴലിനെ കണ്ടോ, നമ്മുടെ കുടലിൽ നിന്ന് കരളിലേക്ക് രക്തത്തെ എത്തിക്കുന്ന ആ ഒരു കുഴല്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോർട്ടൽ സിര എന്ന് വിളിക്കുന്നത്. അതിനുശേഷം അത് ഹൃദയത്തിലോട്ട് തന്നെ ചെല്ലും. ഓക്കെ, ഇനി പോഷക ഘടകങ്ങൾ, നമ്മുടെ ലിംഫിലേക്ക് വന്ന പോഷക ഘടകങ്ങളില്ലേ, അത് എന്ത് ചെയ്യും, ലാക്റ്റിയലിലൂടെ ചെറിയ ലിംഫ് വാഹികളുടെ ഉള്ളിലേക്ക് കടക്കും. അവിടെ നിന്ന് നേരെ പോയിട്ട് വലിയ ലിംഫ് വാഹികൾ വഴി അതും എന്ത് ചെയ്യും, അതും നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തും. ചെറിയ ലിംഫ് വാഹികളിലൂടെ കയറി വലിയ ലിംഫ് വാഹികൾ വഴി അതും എന്ത് ചെയ്യും, നമ്മുടെ ഹൃദയത്തിലേക്ക്, കരളല്ല ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യുന്നു, അത് എത്തുന്നു, ഹൃദയത്തിലേക്ക് അത് എത്തുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെയുള്ളത്. പിന്നെ വേറെന്താണ് ഇവിടെയുള്ളത്, നമ്മുടെ ഹാർട്ട്, അതും നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇടത്തോട്ട് ചെരിഞ്ഞ് പേശി നിർമ്മിതമായ അവയവം, അവിടെ പഠിച്ച കാര്യങ്ങൾ വേറൊന്നും തന്നെ പുതിയതായിട്ടില്ല. പെരികാർഡിയത്തിന്റെ കാര്യം എഴുതിയിട്ടുണ്ട്, അതും നമ്മളവിടെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതായത് SCERT പഴയ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെ, പുതിയ കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. ചിത്രമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, പഴയത് ഉള്ളത് തന്നെയാണ്, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അശുദ്ധ രക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയാറ ഏതാന്ന് ചോദിച്ചാൽ വലത് ഏട്രിയമാണ് അല്ലെ. അശുദ്ധ രക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയാറ ഏതാന്ന് ചോദിച്ചാൽ വലത് ഏട്രിയമാണ്. ഈ ഫസ്റ്റ് കാണുന്ന ചേംബർ വലത് ഏട്രിയമാണ്. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അശുദ്ധ രക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയാറ. അപ്പൊ ഇവിടെ അശുദ്ധ രക്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും പോഷകങ്ങളുടെയും അളവ് കൂടിയ രക്തം എന്നുള്ളതാണ്. മാലിന്യം എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്, കിഡ്നിയാണ് അല്ലെങ്കിൽ വൃക്കയാണ് അല്ലെ. നമ്മുടെ ശരീരത്തിലെ അരിപ്പ എന്ന് പറയുന്നത് ആ കിഡ്നി അരിച്ചു കളഞ്ഞ മാലിന്യങ്ങളെ ഒക്കെ അരിച്ചു മാറ്റിയ ആ ഒരു രക്തം തന്നെയാണ് ഹൃദയത്തിന്റെ ഈ ഒരു വലത്തെ അറയിലേക്ക് അല്ലെങ്കിൽ വലത് ഏട്രിയത്തിലോട്ട് വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ അശുദ്ധ രക്തം എന്ന് പറയാനുള്ള കാരണം അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലായതുകൊണ്ടാണ് അശുദ്ധ രക്തം എന്ന് പറയാൻ കാരണം. അല്ലാതെ ഈ പറയുന്ന മാലിന്യങ്ങൾ അരിച്ചു മാറ്റാത്ത രക്തമല്ല. അപ്പോൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൃക്കകൾ മാലിന്യങ്ങളെ അരിച്ചു മാറ്റിയതിന് ശേഷമുള്ളതും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും പോഷകങ്ങളുടെയും അളവ് കൂടിയതുമായ രക്തമാണ് ഈ പറയുന്ന വലത് ഏട്രിയത്തിലോട്ട് ചെല്ലുന്നത്. അപ്പൊ വലത് ഏട്രിയത്തിലേക്ക് അശുദ്ധ രക്തം എത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ വൃക്കകൾ അരിച്ചു മാറ്റാത്ത രക്തമല്ല, വൃക്കകൾ മാലിന്യങ്ങളെ അരിച്ചു മാറ്റിയ രക്തമാണ്. പക്ഷെ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലായിട്ടുള്ള രക്തമാണ്. ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തം എത്തുന്നത് വലത് ഏട്രിയത്തിലേക്കാണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ മാറ്റിയിട്ട് ഓക്സിജന്റെയും പോഷകങ്ങളുടെയും അളവ് കൂടിയ ഓക്സിജന്റെ അളവ് കൂടിയ രക്തം ഏത് ഹൃദയറയിലോട്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടത് ഏട്രിയത്തിലേക്കാണ് ഓക്സിജന്റെ അളവ് കൂടിയ രക്തം വരുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തം വരുന്നത് വലത് ഏട്രിയത്തിലേക്കും ഓക്സിജന്റെ അളവ് കൂടിയ രക്തം വരുന്നത് ഇടത് ഏട്രിയത്തിലേക്കും ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക്. സിസ്റ്റോളും ഡയസ്റ്റോളും, ഹൃദയറകളുടെ സങ്കോചമാണ് സിസ്റ്റോള്, ഇനി ഹൃദയറകളുടെ വികാസമാണ് ഡയസ്റ്റോള്. ആ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, വേറൊന്നുമില്ല. ഇനി ഇവിടെ നമുക്ക് ആദ്യം ഏട്രിയങ്ങൾ സങ്കോചിക്കുന്നു, ഏട്രിയങ്ങൾ ചുരുങ്ങുന്നു, ഏട്രിയൽ സിസ്റ്റോൾ എന്നറിയപ്പെടുന്നു. തുടർന്ന് വെൻട്രിക്കിൾ ചുരുങ്ങുന്നു, അതിന് നമ്മൾ വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയുന്നു. ഇനി ഈ സിസ്റ്റോൾ രണ്ടുപേരും ചുരുങ്ങി കഴിഞ്ഞാൽ ഒരുമിച്ചാണ് ഇവര് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത്. ഈ 4 അറകളും ഒരുമിച്ചാണ് വികസിക്കുന്നത്. അതിനെ നമ്മൾ ജോയിന്റ് ഡയസ്റ്റോള് എന്ന് വിളിക്കുന്നു. അത് നമ്മുടെ പുതിയ ടെക്സ്റ്റിലുള്ള പോയിന്റ് ആണ്, ജോയിന്റ് ഡയസ്റ്റോള്. ഈ 4 അറകളും ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ അതൊരു പ്രസ്താവനയായിട്ട് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. വെൻട്രിക്കിളുകളുടെ സങ്കോചത്തെ തുടർന്ന് ഹൃദയത്തിൽ നിന്ന് രക്തക്കുഴലുകളിലേക്ക് രക്തം ഒഴുകിയ ശേഷം 4 അറകളും ഒന്നിച്ച് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. കണ്ടോ, ഒന്നിച്ച് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. അതിന് പറയുന്ന പേരാണ് ജോയിന്റ് ഡയസ്റ്റോൾ. അപ്പം ആദ്യം ഏട്രിയങ്ങൾ വികസിച്ചതിന് അല്ലെങ്കിൽ പൂർവ്വസ്ഥിതി പ്രാപിച്ചതിന് ശേഷമാണ് വെൻട്രിക്കിൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത് വെച്ചാൽ തെറ്റാണ്. ഒരുമിച്ചാണ് അവർ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത്. അതിനെയാണ് നമ്മൾ ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നതാണ് ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് ചോദിച്ചാൽ ഒരു ഏട്രിയൽ സിസ്റ്റോളും വെൻട്രിക്കുലാർ സിസ്റ്റോളും ഒരു ജോയിന്റ് ഡയസ്റ്റോളും ചേരുന്നതിനെയാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ഹൃദയം ഒരു തവണ സങ്കോചിച്ച് വികസിക്കുന്നതിനെയാണ് കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഏട്രിയം അല്ലേ സങ്കോചിക്കുന്നത്, അതാണ് ഏട്രിയൽ സിസ്റ്റോൾ. അടുത്ത് വെൻട്രിക്കിൾ അല്ലേ സങ്കോചിക്കുന്നത്, അതാണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. അതിനുശേഷം രണ്ടും കൂടി ഒരുമിച്ച് വികസിക്കുന്നു, അതാണ് ജോയിന്റ് സിസ്റ്റോൾ. അപ്പൊ ഇത് മൂന്നും ചേർത്തിട്ടാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. കാർഡിയാക് സൈക്കിൾ പൂർത്തിയാകാൻ എത്ര സമയം വേണം? പഴയ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്, 0.8 സെക്കൻഡ് സമയമാണ് വേണ്ടത്. അപ്പൊ ഒരു കാർഡിയാക് സൈക്കിളിനെയാണ് നമ്മൾ ഒരു ഹൃദയസ്പന്ദനം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഒരു പ്രാവശ്യം ഹൃദയം ചുരുങ്ങി വികസിക്കുന്നതിനെയാണ് ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. അതാണ് ഒരു കാർഡിയാക് സൈക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അതിനുശേഷം എസ് എ നോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്ന ഭാഗമാണ് എസ് എ നോഡ്. നമ്മുടെ വലത് ഏട്രിയത്തിന്റെ മുകൾ ഭാഗത്താണ് എസ് എ നോഡ് കാണുന്നത്. അത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ECG, നമ്മുടെ
ഹാർട്ടിന്റെ ചിത്രങ്ങൾ എടുക്കാൻ, വൈദ്യുത തരംഗങ്ങൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ECG എന്ന് പറയുന്നത്. ECG പരിശോധിച്ച ഹൃദയത്തിന്റെ പ്രവർത്തന വൈകല്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പിന്നെ പൾസ്, നമ്മുടെ ആ ഒരു ഹാർട്ട് ബീറ്റിന് തുല്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സംഗതിയാണ് എന്തെന്ന് പറയുന്നത്, പൾസ് എന്ന് പറയുന്നത് അല്ലെ, പൾസ് എന്ന് പറയുന്നത്. ഓക്കെയാണ്. പിന്നെന്താണ്, പിന്നെ നമുക്ക് അവിടെ പഠിക്കാനായിട്ട് വേറെ ഉള്ളത് രക്തസമ്മർദ്ദം അറിയാം. ഹൃദയം സങ്കോചിക്കുമ്പോഴും പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴും ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തിനെയാണ് നമ്മൾ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് അല്ലെ, രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഓരോ പ്രാവശ്യം ഹൃദയം സങ്കോചിക്കുമ്പോഴും ഹൃദയം വികസിക്കുമ്പോഴും എത്ര ml രക്തമാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 70 ml രക്തമാണ് ഒരു സിസ്റ്റോളിലും ഡയസ്റ്റോളിലും നമ്മുടെ എന്താണ് അവിടെ ഉൾപ്പെട്ടിരിക്കുന്ന രക്തം എത്രയാണെന്ന് ചോദിച്ചാൽ 70 ml ആണ്. 70 ml ആണ്. അത് നമുക്ക് പഴയ ടെക്സ്റ്റിലുള്ള കാര്യം തന്നെയാണ്, പുതിയ കാര്യമല്ല, അവിടെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. സിസ്റ്റോളിക് പ്രഷർ അറിയാം, 120 mm of Hg ആണ്. ഡയസ്റ്റോളിക് പ്രഷർ 80 mm of Hg ആണ്. രണ്ടും കൂടി ചേർത്ത് 120-80 mm of Hg എന്നുള്ള രീതിയിലാണ് നമ്മൾ രക്തസമ്മർദ്ദം അറിയപ്പെടുന്നത്. നമ്മൾ പ്രസ്താവിക്കുന്നത് കൂടുന്നത് ഹൈപ്പർ ടെൻഷൻ എന്നും കുറയുന്നത് ഹൈപ്പോ ടെൻഷൻ എന്നും നമ്മൾ വിളിക്കുന്നു അല്ലെ. ഓക്കെ അല്ലെ. അപ്പം ഈ ഇതൊന്ന് വായിച്ചു വെച്ചിരിക്കണേ. സിസ്റ്റോള് ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 ml രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ഡയസ്റ്റോള് ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ ഏകദേശം 70 ml തന്നെ രക്തം ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഹൃദയം വികസിക്കുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് രക്തം പോകുന്നത് അല്ലെ. സങ്കോചിക്കുമ്പോൾ പുറത്തേക്കും വികസിക്കുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് രക്തം പോകുന്നത്. ഇത് നമ്മുടെ രക്തപരിചരണ വ്യവസ്ഥയും ഹൃദയവും നന്നായിട്ട് ഐഡിയ ഉള്ള ഒരാൾക്കേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മള് SATലെ പുതിയ പോയിന്റുകൾ മാത്രമാണ് പഠിക്കുന്നത്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, നമ്മൾ വിശദമായിട്ടുള്ള ഒരു പഠനമല്ല ഇവിടെ നടത്തുന്നത്. പുതിയ പോയിന്റ്സ് മാത്രമാണ് പഠിക്കുന്നത്. എക്സ്ട്രാ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഹാർട്ടിന്റെ പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ വലിയൊരു ക്ലാസ് ഒക്കെ ആയിട്ട് പഠിക്കാം. അതൊരു വലിയ ക്ലാസ് ആയിട്ട് പഠിക്കാനുള്ള സംഗതിയാണ്. അത് പഠിച്ചവർക്കാണ് ഇത് പെട്ടെന്ന് കണക്ട് ആവുകയുള്ളൂ കേട്ടോ. ശരി, നെക്സ്റ്റ് സിഗ്മോ മാനോമീറ്റർ നമ്മൾ BP അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാം. പിന്നെ എന്താണ് ദ്വിപര്യനം, 2 പ്രാവശ്യം രക്തം കയറി ഇറങ്ങുന്നുണ്ട്. അവിടെ സിസ്റ്റമിക് പരിയനവും പൾമനറി പരിയനവും നിങ്ങൾ അവിടെ പഴയ SATയിൽ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ, വേറെ ഒന്നുമില്ല. പിന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കണം. ആരോഗ്യകരമായ ഭക്ഷണശീലം വേണം, മദ്യപാനം പുകവലിയൊക്കെ ഒഴിവാക്കണം. BMI അനുസരിച്ച് ശരീരഭാരം ക്രമീകരിക്കൽ. എന്താണ് BMI? ബോഡി മാസ് ഇൻഡെക്സ്, ശരീരഭാര അനുപാതം. ഒരാളുടെ ഉയരത്തിനനുസരിച്ച് ഇയാൾക്ക് ഇത്ര തൂക്കം വേണം എന്നൊരു കണക്കുണ്ട്. അതിനെയാണ് നമ്മൾ BMI അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ BMI അനുസരിച്ച് നമ്മളൊരു 18നും ഒരു 25 അല്ലെങ്കിൽ 24നും ഇടയിൽ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഭാരമാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ BMI അനുസരിച്ച് നമ്മുടെ ഉയരത്തിനനുസരിച്ച് നമ്മൾ ശരീരഭാരം ക്രമീകരിക്കണം. അപ്പൊ ഹൃദയത്തിന് നല്ലതായിരിക്കും. ഇനി വ്യായാമം ചെയ്യുക അല്ലെ, വ്യായാമം ചെയ്യുക. പിന്നെ മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുക, സ്ട്രെസ് കുറയ്ക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണ്. ഇത് പുതിയ ടെക്സ്റ്റിലുള്ള പോയിന്റുകളാണ്. ഹൃദയദിനം പഴയ ടെക്സ്റ്റിലും ഉണ്ട്. സെപ്റ്റംബർ 29 ഹൃദയദിനം എന്ന് പറയുന്നത്. പിന്നെ കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നത് ധമനിയിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നു. അതിനെയാണ് അതെറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അതും പഴയ ടെക്സ്റ്റിലുണ്ട്. ഇനി കൊറോണറി ധമനിയിൽ രക്തം കട്ട പിടിച്ചുണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് കൊറോണറി ത്രോംബോസിസ്. ഓക്കെ, അതെറോസ്ക്ലിറോസിന്റെ ഫലമായിട്ട് ഈ കൊറോണറി ധമനി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലേക്ക് രക്തം എത്തിച്ചു കൊടുക്കുന്ന കുഴലാണ് കൊറോണറി ധമനി. ആ കൊറോണറി ധമനിയിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് കൊറോണറി ത്രോംബോസിസ്. രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് കൊറോണറി ത്രോംബോസിസ്. അത് പതുക്കെ ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്നു. ഇനി മസ്തിഷ്കത്തിലേക്കുള്ളതാണ്, തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിൽ ഉണ്ടാകുന്ന തടസ്സവും രക്തക്കുഴൽ പൊട്ടുന്നതും സ്ട്രോക്കിന് കാരണമാകുന്നു. അത് മസ്തിഷ്കത്തിന്റെ കാര്യമാണ് അവിടെ എക്സ്ട്രാ പറഞ്ഞത്. ഓക്കെ അല്ലേ? ശരി, ഇനി നമുക്ക് സസ്യങ്ങളിൽ എങ്ങനെയാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. സസ്യങ്ങളിൽ പദാർത്ഥ സംവഹനത്തിന് സൈലവും ഉണ്ട്, ഫ്ലോയവും ഉണ്ട്. പഴയ ടെക്സ്റ്റിലുള്ള കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു കാര്യം ഇവിടെ ഇല്ല. അത് തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോ സൈലം എന്ന് പറയുമ്പോൾ സൈലം ജലം എന്ന് ആലോചിക്കുക അല്ലെ, സൈലം ജലം. ഓക്കെ, അപ്പൊ ജലം നമ്മുടെ വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഒക്കെ മുകളിലേക്ക് ഇലകളിലേക്ക് എത്തിക്കുന്നത് സൈലമാണ്. ഇനി ഫ്ലോയം എന്ന് പറഞ്ഞാൽ ഫുഡ് ഫ്ലോയം എന്ന് ആലോചിക്കാം, ഫുഡ് ഫ്ലോയം ആലോചിക്കാം. ഇലകളിൽ ഉണ്ടാക്കുന്ന ആഹാരത്തിനെ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ്. അപ്പൊ സൈലവും ഫ്ലോയവും കൂടിയാണ് ഈ പദാർത്ഥ സംവഹനം നടത്തുന്നത്. ഓക്കെ, പിന്നെ ട്രക്കീഡും വെസലും സൈലത്തിൽ കാണുന്ന ഘടകങ്ങളാണ്. സീവ് നാളിയും സഹകോശങ്ങളും ഫ്ലോയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ മൃതകോശങ്ങളാണ്. ഇലകളുടെ ചെറു ഞരമ്പുകൾ അവിടെ കാണുന്നത് ഈ പറയുന്ന ട്രക്കീഡുകളാണ്. പിന്നെ സ്പിൻഡിൽ ആകൃതിയുള്ള കോശങ്ങളാണെന്നുള്ളത് ഒരു പുതിയ പോയിന്റ് അവിടെ ഉണ്ട്. സ്പിൻഡിൽ ആകൃതിയുള്ള കോശങ്ങളാണ് കേട്ടോ.
അപ്പൊ അത് വായിച്ചു വെച്ചിരിക്കണേ. വെസൽ ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. മൃതകോശങ്ങൾ, ഇതും മൃതകോശങ്ങൾ തന്നെയാണ്. ട്രക്കീഡും വെസലും മൃതകോശങ്ങൾ തന്നെയാണ്. ഓക്കെ. കുറുകെയുള്ള ഭിത്തികൾ നശിച്ചു പോയതിനാൽ, ഇതിന്റെ ഇടയിലുള്ള ഭിത്തികളൊക്കെ നശിച്ചു പോയതുകൊണ്ട് നീണ്ട പൈപ്പുകൾ പോലെ എന്ത് ചെയ്യുന്നു, ഇത് കാണപ്പെടുന്നു. സീവ് നാളി, ഓക്കെ, ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നു അല്ലെ. ഇതാ കാണുന്നുണ്ടല്ലോ, സീവ് നാളി ഒന്നിനു പോലെ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു. കുറുകെയുള്ള ഭിത്തിയിലെ സുഷിരങ്ങളിലൂടെ കോശദ്രവ്യം, അതായത് ഇവിടെ ചെറിയ ചെറിയ സുഷിരങ്ങൾ കണ്ടോ, അതിൽ കോശദ്രവ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാര തന്മാത്രകൾക്ക് സഞ്ചരിക്കാൻ കഴിയും. ഈ ഒരു സുഷിരങ്ങളിലൂടെ ആഹാര തന്മാത്രകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനായിട്ട് പറ്റും. ഇനി സീവ് നാളിയോടൊപ്പം ചേർന്ന് ആഹാര സംവഹനത്തിന് സഹായിക്കുന്നതാണ് സഹകോശം. ഓക്കെ അല്ലേ? ശരി. ജലസംവഹനവും നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ ഉള്ളതാണ്. പഴയ ടെക്സ്റ്റിലും വേറെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു സാധനം തന്നെയാണിത്. ഈ വേറെ നമ്മുടെ പഴയ ടെക്സ്റ്റിൽ ഉള്ളത് തന്നെയാണ്. ഓക്കെ. ജലം എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ജലം എങ്ങനെയാണ് നമ്മുടെ വേരിൽ നിന്ന് മുകളിലേക്ക് ചെല്ലുന്നത് എന്നുള്ളൊരു കാര്യം നോക്കൂ. ഓസ്മോസിസ് മൂലം ജലം വേരിലെ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ആ ഒരു ജലത്തിന്റെ സംവഹനത്തിന് സഹായിക്കുന്ന പ്രക്രിയകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഒന്ന് ഓസ്മോസിസ്. ഓക്കെ, ഓസ്മോസിസ്. ഇനി ഇത് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പതുക്കെ നമ്മുടെ ആ ഒരു ജലം മേളിലോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് സൈലം കുഴലുകളല്ലേ. ആ സൈലം കുഴലുകൾ എന്ത് ചെയ്യുന്നു, സൈലം കുഴലിൽ എത്തുന്ന ജലത്തിന്റെ ഉയർച്ചയ്ക്ക് റൂട്ട് പ്രഷർ ഒരു പരിധിവരെ സഹായിക്കുന്നു. അപ്പൊ ഓസ്മോസിസിലൂടെ ഉള്ളിലേക്ക് കയറുന്നു. റൂട്ട് പ്രഷർ കാരണം എന്ത് ചെയ്യുന്നു, അത് മുകളിലേക്ക് പോകാൻ റൂട്ട് പ്രഷർ സഹായിക്കുന്നു. ഇനി സസ്യസ്വേദനത്തിലൂടെ ഇലകളിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്നത് സൈലം കുഴലുകളിലൂടെയുള്ള ജലത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. അതായത് സസ്യസ്വേദനം അല്ലെങ്കിൽ ട്രാൻസ്പിറേഷനിലൂടെ ഇലയിൽ നിന്ന് നമ്മുടെ ജലാംശം പുറത്തേക്ക് വെക്കൊണ്ടിരിക്കും. അപ്പോൾ ഇലകളിൽ ജലാംശത്തിന്റെ അളവ് കുറവാണെങ്കിൽ ഈ കൂടുതൽ വലിച്ചെടുത്ത ജലം എന്ത് ചെയ്യും, നേരെ മേളിലോട്ട് കയറിപ്പോവും. അപ്പൊ സസ്യസ്വേദനത്തിലൂടെ ഇലയിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്നത് കാരണം സൈലം കുഴലിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് മേലേക്ക് എപ്പോഴും കുറഞ്ഞ സ്ഥലത്തേക്കാണ് എന്തിന്റെ ഒഴുക്ക് നടക്കുക, കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഒഴുക്ക് നടക്കും. അപ്പൊ ഇലകളിൽ നിന്ന് ജലം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഈ ജലത്തിന്റെ ഉയർച്ചയ്ക്ക് അത് സഹായിക്കുന്നു. ഇനി കൊഹിഷൻ അഡ്ഹിഷൻ ബലങ്ങൾ ഈ പ്രക്രിയയെ സഹായിക്കുന്നു. അപ്പോൾ ഈ സസ്യസേചനത്തിലൂടെ പുറത്തേക്ക് ജലം പോയത് ഇതിനെ ഉയർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ അഡിഷൻ കൊഹിഷൻ ബലങ്ങളും ഇതിനകത്ത് റോള് വഹിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചു കാണും അല്ലെ. ഇപ്പൊ ഓസ്മോസിസ്, റൂട്ട് പ്രഷർ, സസ്യസേചനം, കൊഹിഷൻ, അഡിഷൻ ബലങ്ങൾ ഇതെല്ലാം തന്നെ ഈ വേരിൽ നിന്ന് മുകളിലേക്ക് ഈ വെള്ളം പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രക്രിയകളാണ്. സൈലം കുഴലുകളിൽ നിന്ന് ഓസ്മോസിസിലൂടെ ഇലകളിലെ കോശങ്ങളിലേക്ക് എത്തുന്ന ജലം സസ്യസ്വേദനം വഴി പിന്നെയും പുറത്തേക്ക് പോകുന്നു അല്ലെ. ഈ സൈലം കുഴലുകളിൽ നിന്ന് ഓസ്മോസിസിലൂടെയാണ് ഇലകളിലേക്കുള്ള കോശങ്ങളിലേക്ക് ജലം എത്തുന്നത്. അതിനാവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ബാക്കി വെള്ളം എന്ത് ചെയ്യുന്നു, പറഞ്ഞ സസ്യസ്വേദനത്തിലൂടെ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു. കൂടുതൽ വെള്ളം മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് അവിടെ നടക്കുന്ന പ്രക്രിയ. ഇനി ആഹാര സംവഹനം എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. പ്രകാശ സംശ്ലേഷണം നടന്നു, ആഹാരം ഉണ്ടാക്കി, സസ്യങ്ങളുടെ ഇലകളിൽ ആഹാരം ഉണ്ടാക്കി. ഈ ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ സുക്രോസിന്റെ രൂപത്തിലാണ് സീവ് നാളികളിലേക്ക് ഊർജം ഉപയോഗിച്ച് കടത്തുന്നത്. ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കണം. ഫ്ലോയം കുഴലുകളിലൂടെ അല്ലെങ്കിൽ സീവ് നാളികളിലൂടെ ആഹാരം ഒഴുകുന്നത് എന്തിന്റെ രൂപത്തിലാണെന്ന് PSC നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സുക്രോസിന്റെ രൂപത്തിലാണ് ഇതിൽ കൂടെ ഒഴുകുന്നത്. ഓക്കെ. ഇങ്ങനെ സീവ് നാളിയിലേക്ക് പോകുന്നത്, ഈ ഒരു സുക്രോസ് സീവ് നാളിയിലേക്ക് പോകുന്ന ഈ ഒരു പ്രവർത്തനം ഊർജം ഉപയോഗിച്ച് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. വേണമെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം, ഊർജം ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത് അതോ ഊർജം ഉപയോഗിക്കാതെ ആണോ എന്ന് ചോദിച്ചാൽ, ഈ ഒരു സുക്രോസ് ആ സീവ് നാളിയിലേക്ക് പോകുന്നത് ആ ഒരു പ്രക്രിയ ഊർജം ഉപയോഗിച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഊർജം ഉപയോഗിച്ച് നടക്കുന്ന പ്രക്രിയയാണ്. ഓക്കെ. സീവ് നാളികളിലെ സുക്രോസിന്റെ ഉയർന്ന ഗാഢത അടുത്തുള്ള സൈലം കുഴലുകളിൽ നിന്ന് ജലം അവിടേക്ക് പ്രവേശിക്കുന്നതിന് കാരണമാകുന്നു. തന്മൂലമുണ്ടാകുന്ന ഉയർന്ന ടർഗർ പ്രഷർ, കണ്ടോ, ടർഗർ പ്രഷർ സീവ് നാളികളിലൂടെയുള്ള സുക്രോസിന്റെ സംവഹനം സാധ്യമാക്കുന്നു. അടുത്ത പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വാക്കാണ് ടർഗർ പ്രഷർ. അപ്പൊ സീവ് നാളികളിലൂടെ സുക്രോസിന്റെ സംവഹനം സാധ്യമാക്കുന്ന പ്രക്രിയയിൽ ഒന്നാണ് ടർഗർ പ്രഷർ. ഓക്കെ, ടർഗർ പ്രഷർ, കേട്ടോ, ടർഗർ പ്രഷർ. ഇനി കോശങ്ങളിലേക്ക് ആ സുക്രോസ് പ്രവേശിക്കുന്നു. സസ്യത്തിന്റെ കോശങ്ങളിലേക്ക്, പല പല സ്ഥലങ്ങളിലുള്ള കോശങ്ങളിലേക്ക് ആ സുക്രോസ് എന്ത് ചെയ്യുന്നു, എത്തുന്നു, സുക്രോസ് എത്തുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ടർഗർ പ്രഷർ അവിടെ ഓർമ്മിച്ച് വെക്കണം. ഓക്കെ. അപ്പോ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത്രയും കാര്യങ്ങളാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് എല്ലാ പോയിന്റുകളും പറഞ്ഞുപോയി. ഈ ക്ലാസ്സിൽ അങ്ങനെ എല്ലാ പോയിന്റുകളും നമ്മൾ പറഞ്ഞിട്ടില്ല. എന്താണ് അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാം. കാരണം നമുക്ക് എക്സാം എടുത്തതുകൊണ്ട് ഒരുപാട് പേര് എക്സാമിന് മുന്നേ അത് ഒന്ന് തീർക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ പുതിയ SCRTയിലെ പോയിന്റുകൾ, എക്സ്ട്രാ പോയിന്റ്സ് മാത്രം പറഞ്ഞത്. അപ്പൊ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ അതിനെ ആ ഒരു രീതിയിൽ എടുക്കുക. അല്ലാത്ത ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ സമയം കിട്ടുമ്പോൾ നമ്മുടെ എക്സാമിന്റെ ആ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക.
പിന്നെ LGSന്റെ കഴിഞ്ഞ അനാലിസിസിന്റെ വീഡിയോ കാണുക. അതേപോലെ ഇതിന്റെ ഫസ്റ്റ് പാർട്ടും കാണാത്തവർ കാണാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.